ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റവ കൊണ്ടുള്ളൊരു പാലപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ റവ കൊണ്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 200 ഗ്രാം അളവിൽ റവ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് അവിലും കൂടി. നമ്മൾ ഇപ്പോൾ സാധാരണ പാലപ്പമൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഈ അരി അരയ്ക്കുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് നമ്മൾ ചോറും കൂടി ചേർക്കില്ലേ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അവൽ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അവലില്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് ഒരല്പം ചോറ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് അവൽ ചേർക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ്, നല്ല കട്ട തൈരാണ്. അപ്പോൾ ഈ കട്ട തൈര് തയ്യാറാക്കുന്ന റെസിപ്പി എങ്ങനെയാണെന്ന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കിയിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് തൈര് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തൈര് ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 7-8 മണിക്കൂറൊന്നും വെച്ചിട്ട് അങ്ങനെ പുളിപ്പിച്ചിട്ടല്ല നമ്മൾ ഈ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1/2 കപ്പ് അളവിൽ തൈരും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ അവലും അതുപോലെ തന്നെ ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ചളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കണം. അപ്പോഴത്തേക്കും അവലൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുതിർന്നിട്ട് വന്നോളും. അപ്പോൾ നമ്മളിത് കുതിർക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈ ഒരളവിൽ മാത്രം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഇത്രയും കട്ടിക്ക് വരുന്ന ഒരളവിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതിയാവും. എന്നാൽ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ മാവെല്ലാം നല്ല കട്ടയായിട്ട് തിക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളവും വലിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റണം. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഈ തേങ്ങാപ്പാലും കൂടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാപ്പാലിന് പകരം നമുക്ക് സാധാരണ പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലും പാൽ കൂടിപ്പോകും. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം പിന്നീട് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നിറച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ ഇത് ആവശ്യമുണ്ട്, ഇപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ക്രീം പോലെ നമുക്കിത് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ ബാക്കി വന്ന ആ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നീട് നമുക്ക് വെള്ളത്തിൻ്റെ എങ്ങാനും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നീട് നമുക്ക് തേങ്ങാപ്പാലിൻ്റെയും പാലിൻ്റെയും ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മളിനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കട്ടി നമുക്ക് വേണം. കൂടുതൽ വെള്ളം ചേർക്കരുത്. ഈ ഒരു അളവിൽ തന്നെ മതിയാവും. എങ്ങാനും പിന്നീട് കുറച്ച് സമയം നമ്മൾ ഇരിക്കുന്ന ടൈമിൽ എങ്ങാനും കട്ടിയായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ മാവ് ഇപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എത്ര ഉപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി. സാധാരണ സോഡാപ്പൊടി നമ്മൾ അപ്പത്തിലേക്ക് ചേർക്കില്ലേ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ചേർത്തേക്കണം. ഇനിയിപ്പോൾ സോഡാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പം നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ പേരിൽ ബേക്കിംഗ് സോഡ ഉറപ്പായിട്ടും ചേർത്തേക്കണം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉടൻ തന്നെ നമ്മുടെ പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു ദോശത്തവ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുമ്പോഴത്തേക്കും അതിന് മുകളിലേക്ക് ഒരല്പം എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. നമുക്ക് എത്രത്തോളം വേകണം, അത് നമുക്ക് എത്രത്തോളം കളറ് മാറണമോ അതിനനുസരിച്ചിട്ട് നമുക്കത് ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലതുപോലെ രണ്ട് സൈഡ് നമുക്കിഷ്ടമുള്ളതുപോലെ ഒന്ന് കളറൊക്കെ മാറി കിട്ടിയാൽ പിന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം സോഫ്റ്റായിട്ടാണ് നമ്മുടെ ദോശ വരുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ എല്ലാ ദോശയും നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനിയൊന്നും അരിയൊന്നും ഇനി കുതിർക്കാൻ ഇട്ടിട്ട് മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമാക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഇതിന് മുമ്പ് ഞാൻ നല്ലൊരു ഒണിയൻ ചട്നി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഉറപ്പായിട്ട് ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയാണ്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും അതിൻ്റെ അഭിപ്രായം പറയണം. നമ്മുടെ പാലപ്പം എല്ലാം ഇവിടെ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയിൽ നിന്ന് നമുക്ക് ഇത്രയും പാലപ്പമാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 10ഓളം പാലപ്പമാണ് നമ്മൾ ചുട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം സോഫ്റ്റായിട്ടും എന്ത് മാത്രം ടേസ്റ്റി ആയിരിക്കും ഇത്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ അണിയൻ ചട്നിയാണ്, ഉള്ളി ചട്നിയാണ് ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒരു ചട്നി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്യുന്നവരെല്ലാവരും മറക്കാതെ എനിക്ക് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.